ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. നമുക്ക് ചോറിനും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. നമുക്ക് മാങ്ങ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലും മാങ്ങയുടെ ടേസ്റ്റൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ വറുക്കണ്ട. നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ഒന്ന് റോസ്റ്റായി തുടങ്ങിയാൽ മതി. ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. ഇനി അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ആ ഒരു ഫ്രൈ ആവുന്ന ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കടലപ്പരിപ്പ് ഇട്ട് പിന്നെ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നത്. ഇനി രണ്ടും ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ചേർക്കുന്നുണ്ട്, മുഴുവൻ മല്ലി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഒരു 4-5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ മല്ലി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പോൾ ചേർക്കണ്ട, ഇത് ഓഫ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടിയിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മസാല പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില ഇടുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതുപോലെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിയുള്ള മാങ്ങ തന്നെ എടുക്കുക. അപ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ തോലെല്ലാം തന്നെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വല്ലാണ്ട് ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട. ജസ്റ്റ് വലുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് 2 മാങ്ങയും ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയത് 1.5 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മാങ്ങയ്ക്ക് ഇത്രയും തേങ്ങ വേണം. അപ്പോഴാണ് ഒരു പുളിയൊക്കെ തന്നെ ബാലൻസ് ആവുള്ളൂ. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂടെ തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു പച്ചമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടതും ചതയ്ക്കാൻ നിൽക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ചതച്ച് കൊടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചതച്ചെടുക്കുമ്പോൾ ആ ഒരു മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി വല്ലാണ്ട് കുഴഞ്ഞു പോവും. അപ്പോൾ തേങ്ങയായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചതയ്ക്കുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം ഇറങ്ങി വരില്ല. തേങ്ങയായിട്ടത് ബാലൻസായി പോയിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഇതൊന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചതയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ചതച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെയും ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മസാലക്കൂട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണ് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇനി നന്നായി ചൂടായി വരുമ്പം നമ്മളിപ്പോൾ ഈ ഒരു ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയും മാങ്ങയും കൂടിയുള്ള കൂട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാങ്ങയും തേങ്ങയും കൂടിയുള്ള ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം ഒന്ന് ഒട്ടിയിരിക്കുന്ന ആ ഒരു പരുവത്തിലുണ്ടാവും ഒന്ന് ചതച്ച് കഴിയുമ്പം. അപ്പോൾ അതെല്ലാം മാറി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മീഡിയം ടു ഹൈയിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് വരുന്ന പരുവത്തിൽ നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ചതയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറേ ടൈം ആവും ഒന്ന് ഫ്രൈ ആയി ഇതൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാവണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇതുപോലെ ചതച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ശരിക്കും അതിൻ്റെ വെള്ളം എല്ലാം വറ്റിപ്പോയി നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചധികം നാൾ ഈ ഒരു ചമ്മന്തിപ്പൊടി കേടാവാതെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതെ, നമ്മുടെ കൂട്ട് ഏകദേശം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ മൂത്ത് വരുമ്പോൾ എല്ലാവർക്കും അറിയില്ല നല്ലൊരു സ്പെഷ്യൽ മണം തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു സമയത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്.
കൂടെ തന്നെ നമുക്ക് ഒരു കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മുളക് പൊടിയുടെയും പച്ചമണം ഒന്ന് മാറി കിട്ടണം. പിന്നെ ആ ഒരു മുളക് പൊടി ഇടുന്ന സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങയും മാങ്ങയൊക്കെ തന്നെ ഇതുപോലെ നന്നായി മൂത്ത് ആ ഒരു പൊടികളൊക്കെ പച്ചമണം മാറി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന ഈ ഒരു സമയം എത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് വേണം ഈ ഒരു പൊടി ചേർക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയൊക്കെ തന്നെ കരിഞ്ഞു പോവും. ഇനി ആ ഒരു പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുക ഉപ്പോ എരിവോ എങ്ങാനും കുറവുണ്ടോ എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ ഒരു തേങ്ങയും മാങ്ങയുടെ കൂട്ടിലേക്ക് ഈ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് കമ്പൈൻഡ് ആയിട്ട് വരണം. അപ്പോൾ അതും കൂടി ഇട്ട് മാക്സിമം ഒരു 2 മിനിറ്റൊക്കെ തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒന്ന് കമ്പൈൻഡ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആയി വന്നോളും. ഈ ഒരു സമയത്ത് നമുക്ക് വല്ലാണ്ട് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫൈനായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു മസാലയൊക്കെ തന്നെ കറക്റ്റായിട്ട് എല്ലാ സൈഡിലേക്കും വന്ന് ആ ഒരു കറക്റ്റ് ടേസ്റ്റിലേക്കും എത്തിക്കിട്ടിക്കോളും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് തന്നെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തരി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിനിയിപ്പോൾ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ എന്തായാലും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. കാരണം ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കുന്നത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം എടുത്ത് ആ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറക്കിക്കൊണ്ടിരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ തേങ്ങയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരും, പിന്നെ കട്ടിയായി പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കേ വേണ്ടുള്ളൂ, ഒന്ന് മിക്സ് ആവേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു 3-4 സെക്കൻഡ് ഒന്ന് കറക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയാണിത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും അതുപോലെ ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത്. ആ ഒരു മാങ്ങയുടെ പുളിയൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. നമുക്ക് ആ ഒരു തേങ്ങയും മാങ്ങയും ചതച്ചത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ മാത്രമാണ് ഒരു കുറച്ച് ടൈം കൂടുതലായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്നാലും ആ ഒരു ചമ്മന്തിപ്പൊടി കഴിച്ച് കഴിയുമ്പം ഓക്കെ, ആ ടൈം കളഞ്ഞത് വെർത്താണ് എന്നുള്ളത് നമുക്ക് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത്. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, എല്ലാവർക്കും പച്ചമാങ്ങ ഈസിലി കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. ഇനി നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ കുറേ നാൾ കേടാവാതിരുന്നോളും. ഞാനിപ്പോൾ ഒരു ബോട്ടിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബോട്ടിൽ മാത്രം പുറത്ത് വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മക്കളൊക്കെ തന്നെ മൊത്തം ഇളക്കി കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതുപോലെ ചെറിയ ബോട്ടിലേക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പച്ചമാങ്ങ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.